ഒരാൾക്ക് ഒരു വോട്ടർ ഐ ഡി കാർഡ് മാത്രമേ കൈവശം വെക്കാൻ പറ്റൂ എന്ന് അറിയാത്തവരുണ്ടോ? ഇരട്ട വോട്ടർ കാർഡുകൾ സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്. അറസ്റ്റ് പോലും സംഭവിക്കാം. ഒരു വോട്ടർ ഐ ഡി കാർഡ് മാത്രമേ നിയമപരമായി കൈവശം വെക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാർഡ് ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു കാർഡ് തിരികെ സമർപ്പിച്ച് റദ്ദാക്കണം. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശൂരിൽ വോട്ട് ചേർക്കാൻ നൽകിയത് വ്യാജ സത്യപ്രസ്താവനയാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് മാത്രമല്ല, ഇരുവർക്കും 2 തിരിച്ചറിയൽ കാർഡുകൾ വീതവും ഉണ്ട്. ഒരാൾക്ക് ഒരു വോട്ടർ ഐ ഡി കാർഡ് മാത്രമേ കൈവശം വെക്കാൻ പറ്റൂ എന്നിരിക്കെയാണ് ഈ ഗുരുതര കുറ്റം ഇവർ ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിൽ സുഭാഷ് ഗോപിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് WLS 01360777 എന്ന ഐ ഡി കാർഡ് നമ്പറിലാണ്. ഭാര്യ റാണിയുടെ വോട്ട് WLS 01362118 എന്ന ഐ ഡി കാർഡ് നമ്പറിലും. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തൃശൂർ മണ്ഡലത്തിലെ പട്ടികയിൽ സുഭാഷിന്റെ വോട്ട് ചേർത്തിരിക്കുന്നത് FEM 137173 എന്ന ഐ ഡി കാർഡ് നമ്പറിലും ഭാര്യ റാണിയുടേത് FEM 139718 എന്ന ഐ ഡി കാർഡ് നമ്പറിലുമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലാകട്ടെ ഇരുവർക്കും നിലവിൽ കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വോട്ടുണ്ട്. തൃശൂരിൽ ഇവർ ഒരു തരത്തിലും സ്ഥിരതാമസക്കാരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങൾ. മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനം നടത്തി ഇരുവരും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നും ആരോപണമുയരുന്നു. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, BJPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇരട്ട ഐ ഡി കാർഡ് നിർമ്മിച്ച ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് തൃശൂരിലെ പട്ടികയിൽ തിരികെ കയറ്റിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ 2 തിരിച്ചറിയൽ കാർഡ് എപ്പിക് അഥവാ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഇതിന് നിയമപരമായ അടിസ്ഥാനവുമുണ്ട്. അതിങ്ങനെയാണ്: 1. 1950 പ്രാതിനിധ്യ നിയമം. ഇതിൽ സെക്ഷൻ 17 അനുസരിച്ച് ഒരു മണ്ഡലത്തിൽ കൂടുതൽ ഒരിടത്തും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, സെക്ഷൻ 18 അനുസരിച്ച് ഒരാൾക്ക് ഒരു മണ്ഡലത്തിലും പട്ടികയിലും ഒരേ സമയം 2 എൻട്രികൾ ഉണ്ടാകാൻ പാടില്ല എന്നും പറയുന്നു. 2. 1951 പ്രാതിനിധ്യ നിയമം. ഇതിൽ സെക്ഷൻ 31 അനുസരിച്ച് തിരഞ്ഞെടുപ്പ് പട്ടികയിൽ തെറ്റായ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുകയോ ഒന്നിലധികം എൻട്രികൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നവർക്ക് ജയിൽ ശിക്ഷ പരമാവധി 1 വർഷം അല്ലെങ്കിൽ പിഴ, ഇതല്ലെങ്കിൽ രണ്ടും ലഭിക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി സർക്കാർ രേഖകൾ സമ്പാദിക്കൽ. ശിക്ഷാ നിയമത്തിലെ 419 അനുസരിച്ച് താൻ അല്ലാത്ത ആളായി രജിസ്റ്റർ ചെയ്താൽ 3 വർഷം തടവും പിഴയും. സെക്ഷൻ 420 അനുസരിച്ച് കബളിപ്പിക്കലിന് 7 വർഷം വരെ തടവും പിഴയും. സെക്ഷൻ 468, 471 എന്നിവ അനുസരിച്ച് വ്യാജരേഖകൾ നൽകുക, വ്യാജരേഖകൾ ഉപയോഗിക്കുക എന്നിവയ്ക്ക് 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ പുറത്തു വന്ന തെളിവുകൾ അനുസരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും തട്ടിപ്പ് നടത്തി എന്നത് വ്യക്തമാവുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്ത് നടപടി എടുക്കുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഈ വിവാദങ്ങൾ ഉയർന്നു വരുന്നതിനിടെ സുരേഷ് ഗോപി ബുധനാഴ്ച തൃശൂരിലെത്തിയപ്പോൾ വോട്ട് തട്ടിപ്പ്, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവം തുടങ്ങിയ വിഷയങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി വ്യക്തമായ മറുപടി നൽകിയില്ല. സഹായിച്ചതിന് നന്ദി എന്ന ഒറ്റ വാക്കിൽ മാത്രമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ നിരന്തര ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. കന്യാസ്ത്രീകളുടെ വീട് സന്ദർശിക്കുമോ? വോട്ട് ചോർന്നെന്ന ആരോപണത്തിൽ എന്താണ് പ്രതികരണം? ഛത്തീസ്ഗഡിലെ ആക്രമണങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ഉയർത്തിയത്. ഇതിനൊക്കെ സഹായിച്ചതിന് നന്ദി എന്ന ഒറ്റ മറുപടി മാത്രം. കഴിഞ്ഞ 17-ന് തൃശൂരിൽ നിന്ന് പോയ സുരേഷ് ഗോപി ബുധനാഴ്ച രാവിലെയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിലെത്തിയത്. നേരെ അശ്വിനി ആശുപത്രിയിൽ പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റവരാണ് അശ്വിനിയിൽ ചികിത്സയിലുള്ളത്. ചൊവ്വാഴ്ച രാത്രിയിൽ തിരുവനന്തപുരത്തെത്തിയ മന്ത്രി അവിടെ വെച്ചും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ BJP പ്രവർത്തകർ വൻ സ്വീകരണമാണ് കേന്ദ്രമന്ത്രിക്ക് ഒരുക്കിയത്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റേത് മാത്രമല്ല, ആലത്തൂർ മണ്ഡലത്തിലെ RSS നേതാവിനും ഭാര്യയ്ക്കും തൃശൂരിൽ വേറെ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചതടക്കം വൻ വിവാദങ്ങളാണ് തൃശൂരിൽ ഉയർന്നിട്ടുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രം മുൻ ഭാരവാഹി KR ഷാജിക്കാണ് 2 തിരിച്ചറിയൽ കാർഡ്. എന്നാൽ 2 ID കാർഡ് ലഭിച്ചത് 2 സ്ഥലത്ത് വോട്ടുള്ളതിനാലാണെന്ന് KR ഷാജി പറയുന്നു. തൃശൂരിൽ വോട്ട് ചേർത്തത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആയിരുന്നുവെന്നും എന്നാൽ വോട്ട് ചെയ്യാനായില്ലെന്നും ഷാജി പറഞ്ഞു. എങ്ങനെ 2 കാർഡ് ലഭിച്ചു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കണമെന്നും ഷാജി പറഞ്ഞു. എങ്ങനെയും തൃശൂർ പിടിക്കാൻ ഉറച്ച് രംഗത്തിറങ്ങിയ BJP നടത്തിയ വൻ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ്
മൂന്നാം ദിവസവും പുറത്തു വരുന്നത്. സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട് വരെ ചോർന്നു എന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ തെളിവടക്കമാണ് പുറത്തു വരുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ സ്ഥിര താമസക്കാരാകണം എന്ന ചട്ടം ലംഘിച്ചാണ് സുരേഷ് ഗോപി പേര് ചേർത്തതെന്നും ഇക്കുറി അദ്ദേഹത്തിനും കുടുംബത്തിനും തിരുവനന്തപുരത്താണ് വോട്ടെന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇതും ഗുരുതരമായ ചട്ടലംഘനമാണ്.